ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സംഘടനക്കാരും എല്ലാവരും ഉള്ള ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് തോന്നിയ മാതിരി നിങ്ങൾ മലിനൊന്നായിട്ട് കൊടുന്ന് തള്ളാനുള്ള ഗ്രൂപ്പല്ല. ഞങ്ങൾ മുമ്പേനെ പറയലുണ്ട്, ഇമാതിരി മലിന കാര്യങ്ങളും തമ്മാടിത്തരങ്ങളൊന്നും ഈ ഗ്രൂപ്പിൽ പറ്റൂല. അതൊക്കെ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്തോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ചെയ്യാൻ പറ്റൂല. ഞാനിപ്പോ ഇതിന് നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയപ്പോ തന്നെ ഞാനിതിന് എതിരായിട്ട് തന്നെ നിങ്ങളെ സംസ്കാരത്തിനെതിരായിട്ട് ഞാൻ സംസാരിച്ചിട്ട് ഒരു വോയിസ് ഇടാൻ നിന്നതാണ്. ആ വോയിസ് ഞാൻ സംസാരിച്ചൊക്കെ ചെയ്തത് എന്താ നെറ്റ് ഡിലേ ആയതുകൊണ്ട് വരാൻ വൈകിയതാണ്. എന്നിട്ട് നിങ്ങൾ നിർത്തണില്ല. ആ വോയിസ് ഇവിടെ കിടക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ നിർത്തണില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിത് എന്താ പറയാ, നമ്മളെ ഈ മുന്നണി മര്യാദ ചേമ്പിന്റെ തള്ളേനെ എന്ത് മുന്നണി മര്യാദ. ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെന്ന്. ഈ ഗ്രൂപ്പിലുള്ളതും പുറത്തുള്ളതും ആയിട്ടുള്ള ആളുകളായിട്ട് കോൺഗ്രസിന്റെ നേതാക്കളായിട്ട് ഞാൻ സംസാരിച്ചിട്ട് ഇപ്പം ഞാൻ ഈ വോയിസ് ഇടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ മലപ്പുറത്തെ നല്ലൊരു കോൺഗ്രസ്സുകാരനെ. എനിക്ക് പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ല. ആ രീതിയിൽ തന്നെ ഞാൻ പറയാം, നിങ്ങൾ ഈ സംസ്കാരമൊക്കെ വലിച്ചെറിയേണ്ട കാര്യം കഴിഞ്ഞിരിക്കണോടോ. എന്തൊരു തെമ്മാടിത്തരങ്ങളും ആഭാസങ്ങളും നിങ്ങൾ കാട്ടേണ്ടത്. ഒന്നില്ല നിങ്ങളൊക്കെ ഹൈദരാലി തങ്ങളൊന്ന് നിങ്ങൾക്കൊന്ന് ഉപദേശിച്ചു തന്നൂടെ? അയാൾക്ക് ഉത്തര അന്തല്ലേ? അയാൾ ജ്യേഷ്ഠന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത്തരം തമ്മാടിത്തരങ്ങൾ കാട്ടോ? അയാളെ നിയന്ത്രിക്കുമല്ലോ. ഒക്കെ പോട്ടെ. ഇപ്പം അടുത്തുമ്പാട് ഞാൻ 2 ദിവസം മുമ്പേ ഞങ്ങൾ ഇതിൽ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തല്ലോ, പ്രാദേശിക തലത്തിൽ ഇ ടി ബഷീർ സാഹിബും സമദാനി സാഹിബും ഇതിനുള്ളൊരു വിമ്മിഷ്ടം പറയേണ്ടത്. നിങ്ങൾ ഈ തമ്മാടിത്തരത്തിനും നിങ്ങൾ ഈ കോലം കത്തിച്ചലിനൊക്കെ വിമ്മിഷ്ടം പറയേണ്ടത്. എന്നാൽ അവര് പറയണ്ടെങ്കിലും നിർത്തിവിടോ. നിങ്ങൾ ഏത് ലീഗിലുള്ളത്? നിങ്ങൾ ലീഗായാലും വേണ്ടിയില്ല, നിങ്ങൾ എന്തായാലും വേണ്ടിയില്ല. ഞങ്ങളൊരു കാര്യം പറയണേ, നിങ്ങൾ ചെയ്യണ ഓരോ തമ്മാടിത്തരത്തിനും ഞങ്ങൾ UDF എന്നുള്ള മുന്നണിയിൽ ഞങ്ങൾക്കും വേണ്ടി ഒരു ചെറിയ ക്ഷീണുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ലീഗിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ വേറൊരു അർത്ഥത്തിലും കാണണ്ട. പിന്നെ രണ്ടാമതൊരു കാരണം എന്താ വെച്ചാൽ, കാന്തപുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആത്മീയ നേതാവ് തന്നെ. കോൺഗ്രസിന്റെ നല്ല ശതമാനം ആളുകൾക്കും ആത്മീയ നേതാവായിട്ട് ഞാൻ അടക്കമുള്ള പോലെ അംഗീകരിക്കുന്ന ആളേനെ കാന്തപുരം. ഒരു സംശയവും ഇല്ല. ഞാൻ നിങ്ങൾക്ക് സംശയവും വേണ്ട. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ സെന്റർക്കൊക്കെ ഞങ്ങൾ നോക്കണുള്ളൂ. ആത്മീയതയില് അയാളെ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിന്റെ നേതൃത്വക്ക് വരാത്ത കാലത്തോളം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാഷ്ട്രീയ നേതാക്കളും മതനേതാക്കളൊക്കെ ഒരേമാതിരി കണ്ടുവരും. അപ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ഈ രീതിയിലൊക്കെ നിങ്ങൾ തമ്മാടിത്തരം കാട്ടുമ്പോഴും ഒരൊറ്റ കാര്യങ്ങൾ മിഞ്ഞാന്ന് സുരേഷ് ഇതിനെപ്പറ്റി ഒരു വിഷയങ്ങൾ പറഞ്ഞില്ലല്ലോ അന്ന്. ഈ ചിലക്കലൊന്നും അന്ന് കണ്ടില്ലല്ലോ. സുരേഷ് നിങ്ങളോട് പറഞ്ഞു കേട്ടില്ല. ഞങ്ങൾ മറ്റുള്ള ആളുകളോടല്ല പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞ് കാന്തപുരം മുസ്ലിം ലീഗിന്റെ ഒരു കോട്ടയ്ക്ക് വിരൽ ചൂണ്ടണമെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ആണത്താണ് എന്ന്. ഈ കാന്തപുരം നാളങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രസ്താവന മുസ്ലിം ലീഗിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ എന്താ പറയാ വലിയ പുണ്യ പുരുഷനായി കണ്ട് കൊണ്ടടക്കും. അപ്പൊ അയാൾ ആ സ്വാതന്ത്ര്യത്തിൽ നിന്നിട്ടും ഒരു കോട്ടയ്ക്ക് അയാൾ വിരല് ചൂണ്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അയാൾ അനുയായികൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ ആണത്താണെന്ന്. അതിനെ പറ്റിയൊന്നും നിങ്ങൾ കിളമ്പിടില്ല. സുരേഷ് ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാത്ത ആളാണ്, നിങ്ങൾക്കറിയില്ലേ? എന്താ ഇതിനൊക്കെ നിങ്ങൾ മറുപടി എടുക്കേണ്ടത്, അല്ലാതെ എന്തെങ്കിലും അസഭ്യം ഒന്നായിട്ട് വർഷിക്കാനൊന്നുമില്ല. അന്ന് സുരേഷ പറഞ്ഞതിന്റെ എപ്പിക്കാർ നിങ്ങളോട് ചോദിക്കണ്ടല്ലോ. കാന്തപുരം ചൂണ്ടിയോടത്ത് പലയിടത്തും ജയിച്ചു, പലയിടത്തും പരാജയപ്പെട്ടു. അതവിടെ എടുക്കട്ടെ. എന്നാൽ ഈ പരാജയപ്പെട്ടോടത്തൊക്കെ നിങ്ങൾ ഈ കോലം കത്തിച്ചതിനനുസരിച്ച് പാണക്കാട്ട് ഹൈദരാലി തങ്ങള് പല സ്ഥലത്തും കുടുംബയോഗങ്ങളിലും മറ്റേതും ഒക്കെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തിട്ട് UDFന് വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുക, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ജയിപ്പിക്കാനാണ് പലയിടത്തും കുടുംബയോഗങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ ലീഗിന്റെ സ്ഥാനാർത്ഥികൾ തോറ്റിട്ടുണ്ടല്ലോ. അങ്ങനെ ആ മണ്ഡലത്തിലൊക്കെ ഞങ്ങളാണ്ട് കത്തിച്ചാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും വെച്ചാൽ എന്തെങ്കിലും മറുപടി ഇല്ലേ? എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഓലിമ്പാടിയും വേർതിരിക്കേണ്ട ഒരു സംസ്കാര മാനദണ്ഡാണത്. ഓലിങ്കളിയുംപാടിയും വേർതിരിക്കേണ്ട. നിങ്ങൾ ഈ കാട്ടുന്നതിനനുസരിച്ച് ഒരു മണ്ണാർക്കാട് നിങ്ങൾ ചെയ്യണതിന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ ചെയ്യുന്നതിനനുസരിച്ച് ഹൈദരാലിന്റെ കോലണ്ട് കത്തിച്ചാൻ തുടങ്ങി എങ്ങനെ ഉണ്ടാവും? അപ്പൊ അവരെ നിങ്ങളെയും വേർതിരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ മാനദണ്ഡമാണ് അത്. പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കിക്കോളെ. നിങ്ങൾ ആരെങ്കിലും ഇതിന് നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ ചുറ്റാ ഞാൻ ഈ പറയണ്ടേ. ഈ ഗ്രൂപ്പിൽ പറയാൻ കാരണതാണ്. കാരണം അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ സംസ്കാരമല്ല ഓൽക്കുള്ളത്. ഇനിയിപ്പോ അവരെന്തായിക്കോട്ടെ, ആർക്കും പിന്തുണ കൊടുത്ത. അപ്പൊ നമ്മളിപ്പോ കോൺഗ്രസിന് അയാൾ എപ്പോഴും പിന്തുണ കൊടുക്കണം, അല്ലെങ്കിൽ എതിർത്ത സമയങ്ങളുണ്ട്, അനുകൂലിച്ച സമയങ്ങളുണ്ട്. അതൊന്നുമല്ല. അയാളെ കോൺഗ്രസിന്റെ നല്ല ശതമാനം ആളുകൾ ആത്മീയ നേതാവായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറയേണ്ട തമ്മാടിത്തിന് തെറികൾ ഞങ്ങൾക്കും പാടി ബാധകമാണ്. ഞങ്ങളും പാടി അതിന് മറുപടി അർഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ആര്യാടനെ പറ്റി പറഞ്ഞാൽ നമുക്ക് കുറെ പറയാണ്ടല്ലോ. അതോടെ നിൽക്കട്ടെ, അത് വേറെ വിഷയം. അത് നമുക്ക് ചർച്ച ചെയ്യണം. നിങ്ങൾ ഈ വൃത്തിയായിട്ട് സംസ്കാരമൊക്കെ ഒഴിവാക്കി അന്തല്ലാത്ത കാട്ടിക്കൂട്ടൽ. പണ്ട് നിങ്ങൾക്ക് അറിയില്ല, കുഞ്ഞാപ്പാനെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയപ്പോഴേ, എയർപോർട്ടിന്റെ ടെർമിനലിന്റെ മേലെ ദേശീയ പതാക ഇങ്ങനെ പാറിനണ്ടപ്പോള് ആടാ കോൺഗ്രസ്സുകാർ ഒറ്റക്ക് കൊടിയെട്ടിക്കണ്, നമ്മളെ കൊടിയില്ലാതെ അച്ചൂടിയാടാ അത് ഇതാണ് കെട്ടിക്കൂടി അറിയാണ്ട് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. അപ്പൊ അവിടുത്തെ ഒരു കച്ചവടക്കാരൻ കാക്കറിഞ്ഞല്ല,
കുട്ടികളെ അത് കോൺഗ്രസിന്റെ കൂടെ അല്ല ദേശീയ പതാക നമ്മൾ ബഹുമാനിച്ചിന്റെ പതാക നമ്മൾ നെഞ്ചിലേറ്റേണ്ട പതാക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആ കാക്കാനെ നേരെ കുറച്ച് ചാടിയില്ലേ? ഇതല്ല നിങ്ങൾ അന്തം. ഈ ഭാഗത്ത് അമ്മാടിത്തരൊക്കെ നിർത്തിയടോ. ആ കാലം കഴിഞ്ഞേക്കണേ. നിങ്ങൾ UDF ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ മറ്റൊരു ഭാഷ നമുക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എന്നിട്ട് കുറെ മൊല്ലന്മാരും ഉസ്താവന്മാരും തങ്ങന്മാരൊക്കെ ഇറക്കിയിട്ട് സ്വർഗത്തേക്കാണ് ഖുർആൻ ഓതിയിട്ട് ആണ്ടാണ് തേങ്ങാക്കൊലേന്. ആ പരിപാടിയൊക്കെ അതൊക്കെ പണ്ടത്തെ കാലത്ത് ഡാർവിന്റെ കാലത്തൊക്കെ ഉപയോഗിക്കേണ്ട സിദ്ധാന്തമാണ് അതൊക്കെ. അതൊന്നും ആ സിദ്ധാന്തത്തൊന്നും വരില്ലേ? പൊതുസമൂഹങ്ങളെ നിങ്ങൾ വിചാരിച്ചിട്ട് ഒരു ഓഡിറ്റോറിയത്തിൽ മാത്രം സംസാരിക്കുമ്പോൾ നിങ്ങൾ ആളുകളെ കേൾക്കണുള്ളൂ. സോഷ്യൽ മീഡിയന്റെ യുഗമാണ്. ഇതൊക്കെ പലയിടത്തും എത്താണ്. ഖുർആൻ ഓതുക, എന്നിട്ട് കോണിക്ക് വോട്ട് ചെയ്യുക, സ്വർഗത്ത് പോവുക, ആണ്ടാക്കണ്ട. നിങ്ങൾക്ക് ഒരു വർഗീയതൊക്കെ ഫാസിസത്തിനെതിരായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചടി നിങ്ങൾക്ക് കിട്ടില്ലേ? ഇതൊക്കെ യാഥാർത്ഥ്യങ്ങൾ. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ മാറാൻ ശ്രമിക്കുക. സത്യമായിട്ടാണ് ഞാൻ പറയേണ്ടത്. നിങ്ങൾ ഈ UDF സിന്ദാബാദ് നിങ്ങൾ ഈ വൃത്തികെട്ട സംസ്കാരത്തിന്റെ റാലിയിൽ വിളിക്കരുത് പടച്ചോനെ വിചാരിച്ചിട്ട്. അതിന് ഞങ്ങളെ കോൺഗ്രസിനായിട്ട് വിളിച്ചു പോകല്ലേ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയണേ. ഈ സംസ്കാരമൊക്കെ ഒഴിവാക്കിച്ചിട്ട് മുന്നണിയിൽ നല്ലൊരു ഘടകകക്ഷിക്കാൻ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അല്ലാത്തോടത്തോളം നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ശാപാണ്. സത്യമാണ് ഈ പറയേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിലാണ് നോക്കി എന്ത് സംസ്കാരമായിട്ടാണ് കാര്യങ്ങളൊക്കെ എല്ലാവരും വിടേണ്ടത്. നിങ്ങളെ ഭാഗത്തു നിന്നുള്ളത് ഒന്ന് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു നോക്കി. ഞങ്ങളൊന്നും ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഇറങ്ങാത്തിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറാണ്ട് പറഞ്ഞ് പെയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾ പോണില്ല. നിങ്ങളൊരു ദിവസം വൈറസുകളമ്മാതിരി ആരോ നിങ്ങൾക്ക് വലിയ മോട്ടിവേഷൻ തരാൻ നിങ്ങളെ നേതൃത്വങ്ങളെ നിയന്ത്രിക്കണില്ല. ആ കോലത്തിലാണ് നിങ്ങളുള്ളത്. എന്നാൽ ഒക്കെ പോട്ടെ, നിങ്ങളൊരു കാന്തപുരത്തിന്റെ കോലം കത്തിക്കുമ്പോൾ അവർ പ്രതികാരയിക്കേണ്ട എന്തെങ്കിലും ഒരു തെറി വിളിക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു കോലം കത്തിക്കാൻ ശ്രമിക്കുക ചെയ്യേണ്ടത് നമുക്ക് രസമാണ് കണ്ടിരിക്കാൻ. അപ്പൊ അവരിങ്ങളും പാടുള്ള സംസ്കാരമാണ് മനസ്സിലാക്കേണ്ടത്. ഒരൊറ്റ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഈ ചെയ്യേണ്ട തമ്മാടിത്തരത്തിനും സംസ്കാര ശൂന്യതക്കൊക്കെ ചെറിയൊരു ശാപം UDF എന്നുള്ള നിലക്ക് ഞങ്ങൾക്കും പാടി വന്നു ചേരേണ്ട ആ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ലതായിരിക്കും.